മനസ്സിലായ അവസ്ഥ. ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയുന്നത് 100%. പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അകത്ത് പോയേക്കാം. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ ഒരാൾ സ്ത്രീ വന്ന് ഇങ്ങനെ ഞാൻ എന്നെ തല്ലി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീണിനെ തല്ലി എന്നുള്ളത് നേരെ തന്നെ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം പ്രണവ് പ്രവീൺ ഓൾറെഡി ഞാൻ ലാസ്റ്റ് വീഡിയോ എന്നും പറഞ്ഞിട്ടപ്പോഴാണ് അടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇവരുടെ വോയിസും കാര്യങ്ങളും വരുമൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ ആ ഇൻ്റർവ്യൂ നടന്നത് ആ ചാനലിൻ്റെ പേരൊന്നും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. ആ ചാനലിനെതിരെ ഈ പ്രണവും പ്രവീണും കേസ് കൊടുത്തു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റായിട്ടുള്ളതൊന്നും അല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ഇതായിട്ടാണ് ഈ വിളിച്ച് ചോദിക്കുകയും കാര്യങ്ങളും ഒക്കെ പോവുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അതും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആകുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഏതെങ്കിലും ചാനലിന് വേണ്ടി ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അതൊരു കണ്ടൻറ് ആക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. എല്ലാവരും കണ്ടൻറ് ആക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരിങ്ങനെ ഒരു ഇത് ചെയ്തത്. എന്തായാലും ഓക്കെ, അവർ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അത്ര നല്ലതും അല്ല, മറ്റുള്ളവർക്ക് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നുകയും ചെയ്യാം. പക്ഷെ പല ആൾക്കാരുണ്ട് പറഞ്ഞത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വോയിസ്, പ്രണവിൻ്റെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ കണ്ടോ? കൊച്ചുൻ്റെ ഈ എവിഡൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കും. കാരണം നമ്മുടെ കമൻറ്റ്സ്, ചില ആൾക്കാർ കൊച്ചുവിന് സപ്പോർട്ടായിട്ട് കമൻറ്റ്സും കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അമ്മയുടെ വോയിസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ചു, എന്തുകൊണ്ട് അച്ഛൻ തല്ലി, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ, ഇതുവരെ യഥാർത്ഥ കാരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആൾക്കാർക്ക് തന്നെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടോ, നിങ്ങളിടുന്ന ഓരോ കമൻസും കാര്യങ്ങളും ആയിരിക്കും കൊച്ചുവിന് അത് വെച്ചിട്ട് വേണമെങ്കിൽ അവന് സംസാരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇന്നത്തെ വോയിസ് അതാണ് വന്നിരിക്കുന്നത്. ഈ വോയിസ് വന്നപ്പോൾ കുറച്ച് ആൾക്കാർ കൊച്ചുവിൻ്റെ അടുത്തോട്ട് ഒന്ന് ചാഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വോയിസും കാര്യങ്ങളും കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ കുറച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെയാണ്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും വോയിസ് കേൾക്കാം. അടിച്ചു ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ്. ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 9 മാസം അടുപ്പിച്ച് ഗർഭിണിയിട്ടിരിക്കുക. എന്തെങ്കിലും വീഴ എടുക്കുക ചെയ്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഒരു വ്ളോഗ് ചെയ്യത്തില്ല. സകലമാന സാധനങ്ങളും, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡാണ്. അച്ഛനെ തല്ലിയതാണ് ബേസിക് പ്രശ്നം. നമ്മൾ കമൻറ്റ് ബോക്സിൽ കൂടുതലും ചർച്ചയായിട്ടുള്ളൊരു കാര്യമായിരുന്നു 9 മാസം ഗർഭിണിയായ സമയത്ത് ഈ ഒരു വിഷയം നടന്നുകൊണ്ട് എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല, എന്തുകൊണ്ട് വ്ളോഗ് എടുത്തത് എന്നുള്ള കാര്യങ്ങൾ. ഒരു പക്ഷം പറയുന്നു വ്ളോഗ് എടുത്തത് നന്നായി, അല്ലെങ്കിൽ പണി കിട്ടിയേനെ. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ഒരു സംഭവം ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യ കുഞ്ഞിൻ്റെ അത്രയും വരൂല്ല ഒരു വ്ളോഗും കാര്യങ്ങളുമൊക്കെ. ഓക്കെ, പിന്നെ മൃദുല അതിനകത്ത് പറയുന്നുണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ട പ്രവീൺ തന്നെയാണ് തരേണ്ടത്. കൊണ്ടുപോയില്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ കൊച്ചു പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അച്ഛനെ തല്ലി എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇപ്പം ഇതിനു മുമ്പ് പ്രവീൺ പറഞ്ഞൊരു കാര്യം, ഞാൻ അവിടെ നിന്നപ്പോൾ ഇവന് വന്നിറങ്ങി എന്നെ അടിക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ, പിന്നെ ഒരു നിറവയറായിട്ടുള്ളൊരു ഗർഭിണിയായ ഒരു പെണ്ണിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അടിക്കുവോ ഇല്ലയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നെങ്കിൽ ഈ പറയുന്ന പ്രവീണിനെ ഇവരെടുത്തിട്ട് അടിക്കുന്ന സമയത്ത് ഓടി വന്ന് പിടിച്ചു മാറ്റാൻ ചെന്ന സമയത്ത് ചിലപ്പോൾ ഉന്തും തെള്ളും ഉണ്ടായി കാണാം, ചിലപ്പോൾ മാറി എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ പിടിച്ച് മാറ്റി കാണാം. കൊച്ചു അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തരം തന്നെ, അത് എപ്പോഴും പറയാൻ ചെറ്റത്തരം തന്നെ. കാണിച്ചതെന്ന് വെച്ചാൽ ഒരു ഗർഭിണിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ അവിടെ കിടന്ന് കാണിച്ചില്ല, എന്തെങ്കിലും ഒരു പിഴവ് പറ്റി, ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളൊന്നും ചെയ്തേനെ. കുറേയൊക്കെ ആലോചിച്ചും കണ്ടും ചെയ്യണം. അന്നത്തെ ദേഷ്യവും ഭാഷ ഓക്കെ, പക്ഷേ നിറവയറോടെ ഒരു സ്ത്രീ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു സത്യത്തിൽ. ഓക്കെ, എന്തായാലും മൂത്താൾ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതെല്ലാം സെറ്റ് ചെയ്ത് മുൻകൂട്ടി വെച്ചത് ഇതിനിപ്പം നന്നായെന്ന് തോന്നുന്നു. സ്വന്തം ഭാര്യയുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അയാളുടെ ഭാര്യയാണെങ്കിലും എന്നെ ആണെങ്കിലും ആൾക്കാർ വളച്ചൊടിക്കുന്നുള്ള രീതി. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസിലെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കരച്ചിലിൻ്റെ അവിടെയൊക്കെ അവിടെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് ഇവിടെ മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മുടെ ഒരു വിഷയം നടക്കുകയാണെങ്കിൽ, ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ
അപ്പം തന്നെ ഓരോ വാക്കുകൾ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അമ്മയുടെ വോയിസ് വന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ എന്തുകൊണ്ടാണ് അമ്മ പറഞ്ഞെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, അതിനൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല. പിന്നെ അച്ഛൻ്റെ സംസാരങ്ങളുണ്ട്, എന്തുകൊണ്ട് അച്ഛൻ അടിച്ചു എന്ന് പറയുന്നില്ല, അച്ഛനെ അടിച്ചു എന്ന് പറയുന്നു. അച്ഛനെ അടിച്ചപ്പോഴാണ് അച്ഛൻ പിടിച്ചു വെച്ച് കൊടുത്തപ്പോൾ ലവൻ ഇറക്കിയിട്ട് താങ്ങിയെന്നും പറയുന്നു, ഭാര്യ വന്നെന്നും പറയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ എണ്ണത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ എന്തിന് വന്നിട്ട് ഈ റീൽസൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, ഇപ്പം എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് അത് കാണും, അത് ഉറപ്പാണ്. അല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഈ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലാക്കുന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരും റീച്ച് എന്നൊക്കെ കടന്ന് പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്കാണ് റീച്ച് സത്യത്തിൽ കൂടുതൽ കിട്ടിയത്. എങ്ങാണ്ട് 7 മില്യണോളം ഇതിൻ്റെ അടുത്ത് 6 മില്യൺ സംതിങ്ങോളം വ്യൂസും കാര്യങ്ങളും കിട്ടി. ഇളയവൻ്റെ അക്കൗണ്ട്, പുതിയൊരു അക്കൗണ്ട് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, അതിപ്പോൾ ഒരു 3.5 ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വെച്ചെടുക്കുക. അതുകൊണ്ട് നിങ്ങളെ വെച്ച് റീച്ചിന്റെ കഥകളോട് ആരും പറയൊന്നും വേണ്ട. വിളിച്ചിരുന്നു. നിങ്ങൾ വ്ലോഗ് ചെയ്തതിന് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ. നിങ്ങളൊരു വീഡിയോ ഇതെല്ലാം പ്ലാനിങ് ആണ്, വ്യൂസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. നിങ്ങൾ ഇട്ടതിന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറത്താണ് ഇവര് വീഡിയോ ഇപ്പൊ ഇടുന്നത്. കാരണം ശരിയാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഈ പ്രശ്നം നടക്കുന്നത് ഇപ്പോഴൊന്നുമല്ല. ഈ പ്രശ്നം നടക്കുന്നത് ഡെലിവറി ആവുന്നതിന് മുമ്പുള്ള പ്രശ്നമാണ്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമല്ലോ. അവരോട് വീഡിയോ വരാൻ പറഞ്ഞതുമാണ്, ഇതൊന്നും റെക്കോർഡിക്കലല്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രവീൺ ഒരു വീഡിയോയിൽ പറഞ്ഞു, അവന് അഡ്രസ് ഇല്ല, അവന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുഞ്ഞിന്റെ അഡ്രസ് കൊടുത്തേക്കുന്നത് എന്റെ വീട്ടിലെ അഡ്രസ് എന്റെ അമ്മയാണ്. അഡ്രസ്, താലൂക്ക്, വാർഡ് നമ്പർ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് എന്റെ അമ്മയാണ്. അതിനുശേഷമാണ് അവ ഈ ഒരു കാര്യം പറയുന്നത്. ഞങ്ങൾ ഒരു പ്രശ്നമില്ലായിരുന്നു, അതിനുശേഷം പ്രശ്നങ്ങളെ ഇല്ലായിരുന്നു. അച്ഛൻ എടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങൾ കൊച്ചു എടുത്ത് പറയുന്നുണ്ട്. അതേ ഒരു ചായക്കടയിരുന്ന്, ഞാൻ അറിഞ്ഞൊരു കഥ, ചായക്കടയിരുന്ന് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അവൻ ഈ വീഡിയോ ഇടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതി. പിന്നെ തിരിച്ച് മറുപടി ഇടാൻ പോയി, അതും വലിയൊരു വിഷയമായി മാറി. ഇദ്ദേഹത്തിന് 2 JCB ഉണ്ട്. നേരത്തെ JCBയും കാര്യങ്ങളും ഓടിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കിയ വീടാണ് അത്. സത്യം പറഞ്ഞാൽ മൃദുലയുടെ കേസിലിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആൾക്കാരുടെ സംസാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുന്നത്. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ വേണ്ടി സഹായിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പോസിറ്റീവാണ്. ഈ അച്ഛനോട് മക്കളുടെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യമില്ല. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവും കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. അങ്ങോട്ട് ഈ പബ്ലിക്കായിട്ട് വന്ന് ദേഹം പൊട്ടിയിരിക്കുന്നത് ഉൾപ്പെടെ കരഞ്ഞ് വീഡിയോ ചെയ്ത് വെച്ചത് അവൻ അത്രയും നാളെ സൂക്ഷിച്ചു വെച്ചു. എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവന്റെ മാതാപിതാക്കളാണ്, അനിയനാണ്. അപ്പൊ അത് പുറത്ത് വിടണ്ട എന്ന് കരുതി. അപ്പൊ അതിന് ശേഷവും അവർക്ക് എന്തോ ദുരനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവർ ആ വീഡിയോ പുറത്തു വിടുന്നത്. ആ ദുരനുഭവം എന്താണ്? നിങ്ങളൊരു വീഡിയോ ചെയ്ത് പുറത്തു വിട്ടു. പ്ലീസ് അടിയോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ, ഒരു മാറി താമസിച്ചല്ലോ. അടിയോ പ്രശ്നങ്ങൾ അപ്പൊ ഉണ്ടാവുന്നില്ല. പക്ഷേ ഇതിനൊരു കാരണം എന്ന് പറയുന്നത്, രണ്ടാമത് നിങ്ങളൊരു വ്ലോഗ് ചെയ്ത് ഇട്ടതാണ്. അവർ രണ്ടാമത് ഈ വീഡിയോ, അവർ നിസ്സഹായ അവസ്ഥ അവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഈ വ്ലോഗ് ചെയ്ത് വെച്ചത്, പുറത്തു വിട്ടത്. നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആ പയ്യൻ അപ്പോഴും കാണിച്ചായിരുന്നു, ആ കുട്ടിയും കാണിച്ചായിരുന്നു. മൃദുലയും അമ്മയും അച്ഛനുമാണല്ലോ ഇത് പുറത്തു വിടണ്ടല്ലോ എന്നുള്ളത്. ഇത് എപ്പോഴെങ്കിലും ഒരു അവസരം വന്നാലോ എന്നുള്ളത് അവർ മുൻകൂട്ടി കണ്ടത് കൊണ്ടാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചമച്ചാൽ അവൻ ഈ പറഞ്ഞ പോലെ അവൻ ആരും ഇല്ല എന്നൊരു തോന്നല് അവന്റെ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്. ഈ വീഡിയോയുടെ കാര്യം നമുക്കൊന്നും അറിയത്തില്ല. ഇതിനൊരു തുടക്കം എന്താണെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല. ഇടയ്ക്കത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ അറിയത്തുള്ളൂ. ഇനി CB ആണോ ഇനി IB എന്നാണോ വന്നാൽ അന്വേഷിച്ചാൽ നടക്കുമെന്ന് കണ്ടറിയാൻ സത്യം പറഞ്ഞാൽ. ഇനി ഇവർ തന്നെ ഒരു സമയത്ത് മനസ്സ് തുറക്കുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു വഴക്ക് നടക്കുന്നെങ്കിൽ ഈ ഒരു അടി പ്രശ്നം, ഈ ഒരു പ്രശ്നം അല്ലാതെ എന്റെ വീട്ടിൽ വേറെ ഒരു പ്രശ്നം ഇന്നുവരെ ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടായി? എന്റെ വീട്ടിലെ അയൽവക്കക്കാരും എല്ലാരും അറിയുന്നത് ഈ ആ ഒരു പ്രശ്നം അല്ലാണ്ട് ഞാൻ തല്ലിയിട്ടില്ല. ഞാൻ ഇതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെന്റെ നിസ്സഹായ അവസ്ഥ. ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയുന്നത് 100%. പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അകത്ത് പോയേക്കാം. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഇങ്ങനെ ഒരാൾ സ്ത്രീ വന്ന് ഇങ്ങനെ ഞാൻ എന്നെ തല്ലി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീണെ തല്ലി എന്നുള്ളത് നേരെ തന്നെ. എന്റെ അച്ഛനെ തല്ലിയ സമയത്ത് ഞാൻ തല്ലി, അത് നേര് തന്നെ. ഞാൻ മുതലേ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനല്ല. ഞാൻ തല്ലിയിട്ടില്ല. എനിക്ക് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. തന്നെ പറയുന്നുണ്ട് അച്ഛനെ തല്ലിയ സമയത്ത് ഞാൻ തല്ലി എന്നുള്ളത് ശരിയാണെന്ന്. ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. പിന്നെ മൃദുലെ തല്ലിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് അടിക്കുന്നത് കണ്ടപ്പം ഈ മൃദുല ഇടയ്ക്ക് കയറിയപ്പോൾ പറ്റിയതായിരിക്കും. ബുദ്ധിയില്ലാത്തവനല്ലെന്നാണ് അവൻ തന്നെ പറയുന്നത്.
പിന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു നിറവയറ് ഗർഭിണി വയറ്റത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴേ അവരാ കുഞ്ഞിനോട് എനിക്കറിയത്തില്ല സത്യം പറയാം അത് ശരിയാണോ തെറ്റാണോ, ഇവരെ ആരെ വിശ്വസിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ആരെയും വിശ്വസിക്കരുത്. ഇപ്പം വന്ന് വരുമ്പോൾ ഈ കൂട്ടങ്ങളെ വിശ്വസിക്കരുത്. എല്ലാം കണക്കാണ്, സത്യം പറഞ്ഞാൽ എല്ലാം കണക്കാണ്. ഒരു വീഡിയോ ചെയ്തു, അവൻ അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പം എനിക്ക് എന്റെ അച്ഛനൊക്കെ സാധാരണക്കാരൻ, ഞങ്ങൾ അച്ഛൻ പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയുമ്പോ അച്ഛന്റെ മുഖത്ത് ബസ് ഇറങ്ങിയ സമയത്ത് ഒരു പെണ്ണുമ്പുള്ള വന്നു തുപ്പി, കാറ് തുപ്പി. അച്ഛനെ കാറി തുപ്പി. ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവാടാ? ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിന്റെ അച്ഛനെ പേടിയോടെ മാറി നിൽക്കത്തുള്ളൂ. കാരണം അതുപോലത്തെ നെഗറ്റീവും കാര്യങ്ങളും ഉള്ള സമയത്ത് ആരെങ്കിലും വന്നിട്ട് തുപ്പുമോ? നീ എന്തോ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഇതെന്തോ കള്ളം പറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊക്കെ സത്യമായിട്ട് തോന്നി, കുറച്ചൊക്കെ കള്ളമായിട്ട് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഈ കൂട്ടങ്ങളെ വിശ്വസിക്കാതിരിക്കുന്നേ നല്ലത്. എനിക്ക് തോന്നുന്നില്ല, അത് വേറെ കാര്യങ്ങൾ. ഹോൾഡ് ചെയ്ത് പ്രവീണിനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അതിനുശേഷമാണ് പുറത്തു വയ്ക്കാൻ എനിക്കത് ചെയ്തേ പറ്റുമെന്ന്. ഞാൻ എന്റെ അവസ്ഥ കൊണ്ട് ആ സമയത്ത് എന്റെ അച്ഛനെയും അമ്മയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ആ സമയത്ത് പ്രവീണുമായിട്ട് വേറെ അവൻ അങ്ങനെ ഒരു അഡ്രസ്സിന്റെ പ്രശ്നം പറയേണ്ട ഒരാവശ്യം, അത് മാക്സിമം അത് സോൾവ് ആയി വന്ന പ്രശ്നമാണ്. എന്നിട്ടും അവൻ അങ്ങനെ പറഞ്ഞു ഞാൻ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പ്രശ്നം ഓൾറെഡി സോൾവ് ആയെന്നാണ് പറയുന്നത്, അന്നത്തെ പ്രശ്നം. അപ്പം നീ ഒന്ന് ആലോചിച്ച്, മൃദുലയ്ക്ക് നീ ഒരു ചവിട്ട് കൊടുത്തെന്നൊക്കെ പറയുന്നു, അടിച്ചെന്നൊക്കെ പറയുന്നു. അത് അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പാണ് നീ ഇതിനെന്തായാലും അനുഭവിക്കും. ചവിട്ടുന്ന വീടിയില്ല, അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും വിചാരിക്കും ഇതൊരു സീരിയലാണെന്നാണ് വിചാരിക്കുന്നത്. ആ റെക്കോർഡ് എന്ന് പറയുന്നത് പ്രവീൺ എന്റെ അച്ഛനെ തല്ലിയതിനു ശേഷം അമ്മ അയച്ച റെക്കോർഡ്. അത് പിറ്റേന്നോ അതിന് മുമ്പുള്ള ദിവസം അച്ഛനെ തല്ലിയതിന് ശേഷമുള്ള വോയിസും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. ആ വോയിസ് റെക്കോർഡുണ്ട്, അതായത് ആ വഴക്കിന് ശേഷമായിട്ടുള്ളൊരു വോയിസ് റെക്കോർഡ്. അതൊന്ന് ഞാൻ വെച്ചായിരുന്നു, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കാര്യം. അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചു കാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല, നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല, നിനക്ക് കൂടപ്പറപ്പുമില്ല, ആരുമില്ല. ഈ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാനിത് പിന്നെയും കേൾക്കുമ്പം ഇതൊരു നോർമൽ ടോക്കായിട്ടാണ് അവർ പറയുന്നത്, അല്ല ദേഷ്യമോ വാശയോ ആയിട്ടല്ല. നോർമലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാലോ. പ്രവീണായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു, കുഞ്ഞിന്റെ കാര്യം തിരക്കാറുണ്ടായിരുന്നു, കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു തരുമായിരുന്നു. ഇത് അന്നത്തെ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലും ചാറ്റ് ഉണ്ട്. അല്ല, അമ്മയ്ക്ക് ഈ ഫോട്ടോസ് ഇട്ട് കൊടുക്കണതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തോന്നാടേ, നമ്മളെ പൊട്ടന്മാരാക്കുവാണോ? ആഹാ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തോ? ഇനിയിപ്പോൾ കേസ് തിരിക്കാൻ വേണ്ടിയാണോ? ഇനിയിപ്പം സോഷ്യൽ മീഡിയ വേറെ രീതിയാക്കാൻ വേണ്ടിയാണോ? ഞങ്ങൾ റീച്ചിന് വേണ്ടിയാണ്, അങ്ങനെയാണ് മറ്റാണെന്ന് ഒക്കെ ആയിട്ട് ഇനി വരുമോ? ഇനി പുതിയ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് എന്തായാലും വെളുപ്പിക്കാനേ നോക്കത്തുള്ളൂ. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു കുടുംബം കരയുന്ന സീൻ എടുത്തിട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടും. സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ അത് റീച്ച് കിട്ടില്ല. അപ്പോ അതിനുവേണ്ടി അവരെ ഞാൻ തെറ്റു പറയുന്നില്ല, അവരുടെ ഉപജീവനാണ്. പക്ഷെ അതെന്താണെന്ന് കൂടി ഈ പറയുന്ന മേഖലയിലുള്ളവരൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സത്യം, ഒരു കുടുംബം കരച്ചിൽ വന്നാൽ പിന്നെ അത് ഒടുക്കത്തെ റീച്ചാണ്. പിന്നെ ഒരു പ്രഗ്നൻ്റ് ആയ അത് റീച്ചാണ്. എൻ്റെ പൊന്നോ, ഈ പ്രണവ് പ്രവീണിന് റീച്ചിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. അവന്മാരൊക്കെ ചുമ്മാ ഒരു വീഡിയോ ഇട്ട് 1 മില്യനൊക്കെ അടിക്കുന്നത്. ഞങ്ങളൊക്കെ 1 മില്യൺ കാണണമെങ്കിൽ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ യൂട്യൂബ് ചാനലിൽ മൊത്തവും കൂടെ വീഡിയോ എടുത്തിട്ട് സൈഡിൽ പോയി നോക്കും. അപ്പോൾ അതിനകത്ത് കാണും ഇത്ര ലക്ഷം വ്യൂ കയറിയെന്നും പറയും. നമുക്കൊക്കെ അതേ പറ്റി. ഇവനൊക്കെ ഒറ്റയടിക്ക് കിട്ടുകയും ചെയ്യാം. അഹങ്കാരം അല്ലാതെ എന്തോ പറയാൻ. സീരിയൽ ഓഡിയൻസ് പോലും ഇപ്പം യൂട്യൂബിൻ്റെയൊക്കെ ഫാമിലി വ്ളോഗും അതും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാലോ, ഇങ്ങനെയൊക്കെ അഭിനയിച്ച് നീയൊക്കെ കൂടെ നാട്ടുകാരെ വെറുപ്പിക്കുന്നതേ നമുക്ക് മടുത്ത്. സത്യം പറയലോ, മടുത്ത്. ചില പുള്ളി അറിയാതെ തന്നെ പുള്ളിയുടെ വായിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളാണ്. ഇതിനകത്ത് ചെറിയ അമ്മ അച്ഛൻ അനിയൻ ചേട്ടൻ ചേട്ടത്തി അമ്മ എന്നുള്ളൊരു ബന്ധമാണ് ഇതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ 4 ചുമരിന്റെ ഉള്ളിൽ തീർന്നു പോകേണ്ട സംഭവങ്ങളാണ്. അത് ഇവര് ഫേമസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടും അനിയന് ചേട്ടനോട് തോന്നിയ ഒരു ചെറിയ. അതെ, ചേച്ചി ഇപ്പം എന്തിനാണ് ആദ്യത്തെ അവരെ വിളിച്ചത്? അറിയാൻ വയ്യാത്തോട്ട് ചോദിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞിങ്ങനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? എനിക്കെന്തോ അത്ര സൂഹിക്കുന്നില്ല.
ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണോ ചേച്ചി ചാനലുകാർ വിളിച്ചുകൊണ്ട് വരും, നമുക്ക് നമ്മുടേതായിട്ടൊരു ഇതുണ്ടല്ലേ, നിങ്ങളായിട്ടത് കളഞ്ഞു ഒളിപ്പിക്കല്ലേ. ആ ഇൻ്റർവ്യൂവിനകത്ത് അവരുടെ നഷ്ടപ്പെട്ട പേരൊക്കെ തിരിച്ചെടുക്കണം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. ഇതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളെ നിറയോടെ സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങളൊരു വീഡിയോ ഇട്ടാൽ കാണാൻ ആൾ വരും, കുറ്റം പറയാനും വീഡിയോ വിളിക്കാനും തെറി വിളിക്കാനും ഒക്കെ 100 ആൾക്കാർ വേണം. അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം പുറത്തിറങ്ങുന്നതായിരിക്കും നല്ലത്. ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരാണെങ്കിലും ശരി, ഒരുമാതിരി ഭയങ്കര ഒരു മോശമായിട്ടുള്ള രീതിയിൽ എന്തായാലും പിന്നെ ഈ ചാനലിനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടുത്തവുമില്ല സത്യത്തിൽ. ഏത് ചാനലായി ഇൻ്റർവ്യൂ വന്നെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്ത് ത്വരയാണെന്നത് ആലോചിച്ച് നോക്കി. അതായത് അവരുടെ പാടെ എന്തെങ്കിലും ആട്ടെ. എന്തായാലും ഈ പറയുന്ന പ്രണവും പ്രവീണും കൊണ്ട് കേസ് കൊടുത്തിരുന്നാണോ പറയുന്നത്. കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എടുത്ത് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കൺഫ്യൂഷൻ ആക്കുന്ന രീതി ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അച്ഛനെ തല്ലിയ വിഷയം കിടക്കുന്ന അമ്മ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അച്ഛൻ്റെ എന്തോ കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഈ പറയുന്ന പ്രവീണിനെ പിടിച്ചു വെച്ചതും മറ്റേ അടിച്ചതിനും ഇതിനെല്ലാത്തിനും ഉത്തരം ഇവരൊക്കെ തന്നെ തരേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനൊന്നും നടക്കത്തൊന്നുമില്ല. എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഞാൻ 4-5 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യുക, ഉറങ്ങുക, എണ്ണിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, വയ്യാതിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.